ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അമ്മയുടെ ടാറ്റ ബൈ പറഞ്ഞ് നമ്മൾ പോകുന്നത് കുറ്റാട്ടൂറിൽ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ഉത്സവമാണ്, താലപ്പൊലി മഹോത്സവമാണ്, നമ്മുടെ നാടിൻ്റെ ഒരു മെയിനായിട്ട് ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ദിവസം മുന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ കയറിയിട്ടുണ്ട്. ധൻഷി ബേബി അവിടുത്തെ സൗണ്ടും കാര്യങ്ങളും കേട്ടിട്ട് അന്തപ്പെട്ട് നോക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളെ കാറിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പുറത്ത് വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വാഷ് ചെയ്യുന്നിടത്ത്. അങ്ങനെ നമ്മളിതാ കുറ്റാട്ടൂർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാട്ടിൽ ഈ ഒരു ഉത്സവം ആയിക്കഴിഞ്ഞാൽ എല്ലാ ഫാമിലിയും കല്യാണം കഴിച്ച് കൊണ്ടുപോയ എല്ലാവരും ഈ ഒരു ദിവസം പരമാവധി ഇവിടെ എത്തിച്ചേരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയൊരു ഉത്സവമാണ് നമ്മുടെ നാടിൻ്റെ. നമുക്ക് ഒരു മാസം മുന്നേ ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ. അപ്പോൾ വന്നപാട് നമ്മൾ ചായയൊക്കെ കുടിച്ച് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, വർത്താനോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതാ ഫുഡ് കഴിക്കുമെന്ന് കേട്ടോ നമ്മൾ. അപ്പോൾ ഇനി എൻ്റെ സിസ്റ്ററും കുട്ടികളും ഒക്കെ വരാനുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവലായിരിക്കും, നല്ല രസമായിരിക്കും എല്ലാവരും കൂടി ആകുമ്പം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമെന്ന്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിന് ഒരുപാട് കറികളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്ന ദിവസം എന്ന് വെച്ചാൽ മാർച്ച് 1 മാർച്ച് 3 കാവിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ദിവസം ഞാനിവിടെ കുറ്റാട്ടൂർ തന്നെയായിരിക്കും. കാവിൽ നിന്ന് ഇറങ്ങി നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ അടുത്ത സൺഡേ മാത്രമേ ഞാനിനി തിരിച്ചു പോകും. ധൻഷി ബേബിക്ക് അംഗനവാടിയിലൊക്കെ പോകേണ്ടതായതുകൊണ്ട്. അപ്പോൾ 3ാമത്തെ ദിവസമാണ് അനിയത്തിയും കുട്ടികളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പിറ്റേത്തെ ദിവസമാണ് കേട്ടോ. പിറ്റേത്തെ ദിവസം രാത്രിയിലാണ് ഈ കാഴ്ച ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. ഞാനും എൻ്റെ ഒരു റിലേറ്റീവും കൂടിയാണ് പോകുന്നത്. ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി ക്ഷേത്രത്തിൽ. പണ്ട് നമ്മൾ കല്യാണത്തിന് മുന്നേയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്കേ വരാറുണ്ട്. അതായത് നമുക്ക് തോന്നുമ്പോഴൊക്കെ നമ്മൾ വന്ന് പ്രാർത്ഥിച്ച് പോകാറുണ്ട്, ഫ്രണ്ട്സായിട്ടും കസിൻസായിട്ടൊക്കെ കേട്ടോ. അപ്പം കുറേ നാളായി വന്നിട്ട് പെട്ടെന്നെടുത്ത തീരുമാനമാണ് വരണം എന്നുള്ളത്. ഇത് നല്ലൊരു സംതൃപ്തരായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് അമ്പലത്തിൽ ഫുള്ളായിട്ട് തൊഴുത് മനസ്സ് നിറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് കയറി തൊഴാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അതാണ് ധന്യേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ആളിൽ ഒരാളാണ് കേട്ടോ ആ മുന്നിൽ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എൻ്റെ റിലേറ്റീവാണ്, നടന്നു പോവുകയാണ് കേട്ടോ. ഉള്ളിൽ ഉള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല, ചെറിയൊരു വ്ളോഗാണ്. പൊതുവേ നല്ല ഉണ്ടാവാറുണ്ട്. ഇന്നങ്ങനെ തിരക്കില്ല, കാരണം ഇന്ന് പരിപാടി കാര്യമായിട്ട് അങ്ങനെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സമാധാനപരമായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേ പോവാണ്. ഇവിടുത്തെ കുളമാണിത്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ് ഇത് പകൽ സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. രാത്രി ആയതുകൊണ്ട് ക്യാമറയിൽ കറക്റ്റ് അത് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല. വളരെ ക്വിക്കായിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു അമ്പലത്തിലോട്ട് വരണം തൊഴണമെന്ന്. അപ്പോൾ തന്നെ ധന്യേച്ചിനെ വിളിച്ച് ചോദിച്ചപ്പം പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ക്വിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു ഡേ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സ് നിറഞ്ഞൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ. നമ്മളിനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ധൻഷു ബേബി ജനിച്ച് വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനുശേഷം വലുതായതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചോറ്. വളരെയധികം ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ പായസം കിട്ടും. ഈ ഒരു പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പായസം കുടിക്കേണ്ടത്. അപ്പോൾ ചെറിയ രീതിക്ക് ആ ഒരു കറികളൊക്കെ പെരങ്ങുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ധൻഷി ബേബീൻ്റെ പുതിയ സ്പൂണാണ് കേട്ടോ, അതായത് മുരിങ്ങാക്കോലിൻ്റെ അത് വെച്ചിട്ടാണ് ആൾ സ്പൂൺ കൊണ്ട് കോരി കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്ന ഫ്രണ്ട്സിനെ അറിയാവുന്നവരെയൊക്കെ വീണ്ടും കണ്ടുമുട്ടുന്ന ചിലയിടങ്ങളാണ് നമ്മൾ ഇതുപോലെ അമ്പലങ്ങൾ, കാവുകളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളിവിടെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ നല്ല ഇതായിട്ട് തൊഴുത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ തിരിച്ച് പോകുമ്പോഴായാലും നമ്മൾ വരുമ്പോഴായാലും നടന്നിട്ടാണ് വന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാങ് എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല കേട്ടോ, നമുക്കൊരു ബഡാ ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുൻപൊക്കെ. ഇപ്പോഴെല്ലാവരും 4 വഴിക്കായിപ്പോയതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതുവഴി നടന്നു വരുമ്പോഴൊക്കെ നമ്മൾ പറയുന്നതും അതുതന്നെയായിരുന്നു. നമ്മുടെ ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ ഈ ഒരു വഴിയിലൂടെയൊക്കെ നടന്നു വരുമ്പോൾ നമുക്ക് റിവൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഓർമ്മകൾ തട്ടിത്തടഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ, എന്തൊക്കെയോ ഒരു അവസ്ഥ. അതായത് കരച്ചിലാണോ സന്തോഷമാണോ എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്.
ഒരു പക്ഷേ നമ്മൾ വണ്ടിയിലാണ് വന്നിട്ടുണ്ടായത് നമുക്ക് ഈ ഒരു ഇതൊന്നും നമുക്ക് കിട്ടത്തില്ലായിരുന്നു. നടന്ന് പോകുക എന്നുള്ളതിൻ്റെ ആ ഒരു ഇത്, അതായത് ഒരേ വൈബുള്ള ആൾക്കാർ ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്ത് നടന്ന് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ വണ്ടിയിൽ വന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ എന്തായാലും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ധനിയേച്ചി നമുക്ക് നടക്കുകയാണോ വണ്ടിയിലാണോ പോകുകയെന്ന് ചോദിച്ചപ്പോൾ ധനിയേച്ചിയാണ് ഫസ്റ്റ് തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞ് നമുക്ക് നടക്കാമെന്ന് പറഞ്ഞത്. കാരണം പിന്നെ അത് നമ്മൾ അമ്മമാരോട് ചോദിച്ചപ്പോൾ അവർക്കും ഒക്കെയാണ് കുട്ടികളെ വെച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അവർ നമ്മളെയും കാളി ഹാപ്പി ആണെന്നാണ് നമുക്ക് തോന്നിയത്. പിന്നെ നമ്മൾ പോകുന്ന ഇടത്തോളം നമുക്ക് നല്ല രീതിക്ക് വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടുന്ന് അങ്ങത്തോളം നമുക്ക് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് നടന്ന് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഒരുപാട് മനസ്സിലിറങ്ങിക്കിടന്ന മെമ്മറീസൊക്കെ ഒന്ന് പൊടി തട്ടി ഉണർത്തിയെടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു സംതൃപ്തി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഈ കുട്ടികൾ എന്താ ഇരുട്ടത്താണോ നടക്കുന്നത്, അങ്ങനെയല്ല, നല്ല വെളിച്ചമുണ്ട്. ക്യാമറയിൽ എടുക്കുമ്പോൾ അത് കറക്റ്റ് കാണാത്തതാണ് കേട്ടോ. പിന്നെ നല്ല നിരപ്പായ റോഡിലൂടെയാണ് അവർ നടക്കുന്നത്. അവർ നല്ല സേഫായിട്ടാണ് നടന്നു പോകുന്നത് കേട്ടോ. പിന്നെ കലശ പരിപാടി നമ്മൾ കാവിൽ 2 ദിവസം കഴിഞ്ഞ പരിപാടിയാണ്. കാരണം താലപ്പൊലി 3-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ റോഡിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു, അതായത് കലശത്തിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറേ ഫോട്ടോസാണ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.